ശരൺ, ഇപ്പോൾ വിമാനത്തിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തേക്ക് എത്തിച്ചു തുടങ്ങിയിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന പുതിയ വിവരം? അതായത് മൃതദേഹങ്ങൾ എത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്ലിയറൻസ് എടുക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ചുള്ള ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നടപടിക്രമങ്ങളാണ് തുടരുന്നത്. അത് പൂർത്തിയാക്കുന്നതോടുകൂടി തന്നെ മൃതദേഹങ്ങൾ ഓരോന്നായിട്ട് പുറത്തേക്ക് ഇറക്കും. അതിനുശേഷമാണ് ഞാൻ സൂചിപ്പിച്ച പോലെ ഇമ്പോർട്ട് കാർഗോ ടെർമിനലിലേക്ക് എത്തിക്കുക. ഇവിടെയാണ് ഈ പൊതുദർശനത്തിനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ മൃതദേഹം ഈ വിമാനത്തിൽ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. ആ ക്ലിയറൻസ് സംബന്ധിച്ചുള്ള സൂചിപ്പിച്ച പോലെയുള്ള ക്ലിയറൻസ് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ പുറത്ത് ഇറക്കുകയാണ് ലക്ഷ്യം. 31 മൃതദേഹങ്ങളാണ് ഇവിടേക്ക് എത്തിക്കാനുള്ളത്. എന്തായാലും നേരത്തെ തന്നെ രാവിലെ നമ്മൾ എത്തുമ്പോൾ തന്നെ പല വിധത്തിലുള്ള സജ്ജീകരണങ്ങൾ പോലീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നമ്മൾ കണ്ടിരുന്നതാണ്. അത് അധികം വൈകാതെ തന്നെ 1-2 മണിക്കൂർ കൊണ്ട് തന്നെ പൂർത്തീകരിക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വിമാനം അവിടെ നിന്ന് പുറപ്പെടുന്നത് വൈകിയതാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ മൃതദേഹം ഇങ്ങോട്ട് എത്തിക്കാനും വൈകുന്നതിന് കാരണമായിരിക്കുന്നത്. അതായത് നേരത്തെ 3:30 പുലർച്ചെ 3:30 കുവൈത്തിൽ നിന്നും പുറപ്പെടുമെന്നുള്ളതാണ് അറിയിച്ചത്. പക്ഷെ അത് 6:20 നീണ്ടിരുന്നു. അങ്ങനെ 6:20 മാത്രമാണ് പ്രത്യേക വിമാനം അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടിരുന്നത്. അതാണ് 10:00 ലാൻഡ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ചില നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിക്കുകയാണ്. അത് പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ വേഗത്തിൽ അത് പൂർത്തീകരിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇവിടേക്ക് എത്തിക്കാൻ കഴിയും. അതായത് ഇമ്പോർട്ട് കാർഗോ ടെർമിനലിലേക്ക് എത്തിക്കാൻ കഴിയും. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ ഈ സംസ്ഥാന സർക്കാർ ഈ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി അതിനുശേഷമുള്ള പൊതുദർശനവും അന്തിമോപചാരവും അർപ്പിക്കും ചെയ്യും. എന്തായാലും വിവിധ ഇടങ്ങളിൽ നിന്നും, അതായത് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ പത്തനംതിട്ട അടക്കമുള്ള ഇടങ്ങളിൽ നിന്നും ഈ മരിച്ചവരുടെ ബന്ധുക്കളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. അവർക്ക് മൃതദേഹങ്ങൾ കൈമാറേണ്ടതുണ്ട്. ഒപ്പം തന്നെയാണ് ഒരു വശത്ത് കൃത്യമായി പൈലറ്റ് വാഹനങ്ങൾ, പോലീസിന്റെ പൈലറ്റ് വാഹനങ്ങളും ഒപ്പം ഈ ആംബുലൻസുകളും സജ്ജീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. മൊത്തത്തിൽ 31 ആംബുലൻസുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. 23 മലയാളികളുടെ മൃതദേഹങ്ങളാണുള്ളത്. അത് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിനുള്ള ആംബുലൻസുകൾ സജ്ജീകരിച്ചതിന് പുറമെ തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നടക്കം ആംബുലൻസ് എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. തമിഴ്നാട്ടിലേക്ക് പോകേണ്ടത് 6 ആംബുലൻസുകളാണ്. 6 പേരുടെ മൃതദേഹമാണ് അവിടേക്ക് എത്തിക്കേണ്ടത്. പുറമെ തന്നെയാണ് കർണാടക സ്വദേശിയായ ഒരാളുടെ മൃതദേഹം അവിടേക്കും എത്തിക്കേണ്ടതുണ്ട്. എന്തായാലും തമിഴ്നാട് മന്ത്രി അടക്കം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളത്. തമിഴ്നാട് ന്യൂനപക്ഷകാര്യ മന്ത്രിയും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ അടക്കം, മന്ത്രിമാരടക്കം ഇവിടെ എത്തിക്കൊണ്ടുള്ള ഒരു നേതൃത്വം ആണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനമായും ഇവിടെ ഇപ്പോൾ വലിയൊരു ജനാവലി തന്നെ ഇവിടെ ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു വശത്ത് തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ കാണുക, അവരുടെ മൃതദേഹം ഏറ്റുവാങ്ങുക എന്ന ലക്ഷ്യത്തോടെ ബന്ധുക്കൾ വന്നു നിൽക്കുമ്പോൾ തന്നെയാണ് അന്തിമോചനം അർപ്പിക്കാനായി വലിയൊരു ജനപ്രതിനിധി സംഘത്തെയും ഇവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ മൃതദേഹങ്ങൾ എത്തിച്ച് ഈ ടേബിളുകളിൽ വെച്ച് കഴിഞ്ഞാൽ സൂചിപ്പിച്ച പോലെ തന്നെ 16 ടേബിളുകളിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ 16 ടേബിളുകളിലായിട്ടാണ് 31 മൃതദേഹങ്ങൾ വയ്ക്കുക. അങ്ങനെ അന്തിമോചനം അർപ്പിച്ചു കഴിഞ്ഞ് പൊതുദർശനം പൂർത്തിയാകുന്ന വേളയിൽ വളരെ വേഗത്തിൽ തന്നെ ഈ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുവാനുള്ള ക്രമീകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. സൂചിപ്പിച്ച പോലെ ഈ ആംബുലൻസുകൾ ഒരു വശത്ത് സജ്ജമാക്കിയിട്ടുണ്ട്. ഈ സീരിയൽ നമ്പർ പ്രകാരം, അതായത് ഈ ടേബിളിലെ സീരിയൽ നമ്പർ എന്താണോ അത് 6 ആണെന്നുണ്ടെങ്കിൽ 6 എന്ന് എഴുതിയ ആംബുലൻസ് ഉണ്ട്. ആ ആംബുലൻസിലേക്ക് കൃത്യമായി തന്നെ മൃതദേഹം കയറ്റും. ഒരു കാരണവശാലും മൃതദേഹം മാറിപ്പോകാതിരിക്കുക എന്നുള്ള ജാഗ്രതയാണ് ഇതിന് പിന്നിൽ. അതായത് വീട്ടിലേക്ക് എത്തുമ്പോൾ കൃത്യമായി തന്നെ മൃതദേഹം ബന്ധുക്കളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ്. നിലവിൽ എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഇതിന് പുറമെ തന്നെയാണ് മന്ത്രിമാരുടെ വലിയൊരു സംഘവും കാണാൻ കഴിയുന്നത്. ഇന്നലെ തന്നെ മന്ത്രി വീണ ജോർജ് ഇവിടേക്ക് നേരിട്ടെത്തി കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരുന്നതാണ്. കുവൈത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ ഈ യാത്രാനുമതി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചതോടുകൂടി പോകാൻ കഴിഞ്ഞത്. പിന്നീട് ഇവിടെ നിന്ന് ബാക്കി ആളുകളെ അടക്കം അവർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് മന്ത്രി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ ഇന്ന് രാവിലെ ആയപ്പോൾ കൂടുതൽ മന്ത്രിമാർ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ മുഖ്യമന്ത്രി അടക്കം ഇവിടെ എത്തിയിരിക്കുകയാണ്. 9:30 കൂടിയാണ് മുഖ്യമന്ത്രി എത്തിയത്. അദ്ദേഹം തുടക്കത്തിൽ VIP ലോഡ്ജിലാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഈ ഇമ്പോർട്ട് കാർഗോ ടെർമിനലിലേക്ക് എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അടങ്ങുന്ന സംഘം, പ്രതിപക്ഷ നേതാവുണ്ട്. ഇതിനൊപ്പം തന്നെയാണ് കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയും BJP സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള ആളുകളും ഒക്കെ തന്നെ ഇവിടെ കാത്തിരിക്കുകയാണ്. എന്തായാലും മൃതദേഹങ്ങൾ അധികം വൈകാതെ തന്നെ ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ വിമാനത്തിൽ നിന്നും മൃതദേഹങ്ങൾ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായും കാണാൻ കഴിയുന്നത്. അങ്ങനെ ഇറക്കിക്കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ, നേരത്തെ പോലീസുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഇവിടെ കൊണ്ടുവന്ന് മൊത്തം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ സെറ്റ് ചെയ്തതിനു ശേഷം
വളരെ വേഗത്തിൽ തന്നെ പൊതുദർശനത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. അതൊരു അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് തുടർ നടപടികളിലേക്കും പോകേണ്ടതുണ്ട്. ആംബുലൻസുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. അതായത് നോക്കിയുടെ നേതൃത്വത്തിൽ തന്നെ നേരത്തെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിരുന്നതാണ്. കൃത്യമായ ഏകോപനം ഉണ്ടായിരുന്നു. മൃതദേഹം ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഒരു ലാഗും വരാതെ അത് കൃത്യമായി വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിരുന്നതാണ്. ആ പ്രവർത്തനങ്ങൾ വിജയകരമായി തന്നെ പൂർത്തിയാക്കി എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറയുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ 31 ആംബുലൻസുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ പൊതുദർശനം കഴിഞ്ഞാൽ ഉടൻ തന്നെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുകയും റോഡ് മാർഗം അത് കൃത്യമായി തന്നെ വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യും. അവിടെ ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ അവസാനമായി ഒരു നോക്ക് കാണാനായി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. നേരത്തെ നമ്മൾ ഈ കോട്ടയത്തു നിന്നുള്ള റിപ്പോർട്ടറെ കണ്ടിരുന്നതാണ്. പാമ്പാടി സ്വദേശിയായ ആൾ വളരെ കുറച്ചു കാലം മുമ്പാണ് അദ്ദേഹം കുവൈത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഈ പാലുകാച്ചൽ ചടങ്ങ് ഹൗസ് വാമിങ്ങിന് ആയി വരാൻ ഇരിക്കുകയായിരുന്നു. അത്തരത്തിൽ ഈ വീടടക്കം സ്വപ്നം കണ്ട് അല്ലെങ്കിൽ വലിയ രീതിയിൽ തന്നെ കുടുംബത്തിന്റെ ഉന്നതിക്കായിട്ടൊക്കെ ഇങ്ങനെ കുവൈത്തിലേക്ക് പോയ ആളുകളാണ് ഇപ്പോൾ മരണമടഞ്ഞിരിക്കുന്നത്. പല കുടുംബങ്ങളുടെയും ഏക ആശ്രയം കൂടിയാണ്. ആ ഒരു ദുഃഖം താങ്ങാതെ കടിച്ചമർത്തി അത്രയേറെ വേദന ജനിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഈ ശരൺ, ഇപ്പോൾ സമയം 11:15 ആയിരിക്കുകയാണ്. ഇനി മൃതദേഹങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്ന് പൊതുദർശനമൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് കൊണ്ടുപോകുള്ളൂ. എന്തായാലും ഉച്ചയാകുമെന്ന് ഉറപ്പാണല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ വൈകാൻ തന്നെ ആണ് സാധ്യത കൽപ്പിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരു 8:30 കൂടി ഇവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മണിയോട് കൂടി തന്നെ കാര്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് വീടുകളിലേക്ക് പോകാം, ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വീടുകളിലേക്ക് പോകാം എന്നുള്ളൊരു ഉദ്ദേശമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വിമാനം വൈകിയോട് കൂടി തന്നെ ഇപ്പോൾ കാര്യങ്ങൾ നീളുകയാണ്. ഇവിടുന്ന് അല്പസമയത്തിനകം തന്നെ ഈ മൃതദേഹങ്ങൾ പുറത്തേക്ക് ഇറക്കി, വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി അത് ഇമ്പോർട്ട് കാർഗോ ടെർമിനലിലേക്ക് എത്തിച്ച് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ടേബിളിൽ വെച്ച് അതിനുശേഷം പൊതുദർശനം കൂടി